95% ജനറേറ്റീവ് AI പ്രൊജക്ട്സും ഇന്ന് അവരുടെ റവന്യൂ കാര്യങ്ങളോ ഒന്നും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ബട്ട് 95% ഓഫ് ഓൾ സ്റ്റാർട്ടപ്പ് സ്പേസ്, ഇ-കോമേഴ്സ് ആയാലും ഫിൻടെക് ആയാലും സാസ് ആയാലും Web3 ആയാലും ഏത് ഇൻഡസ്ട്രി ആയാലും 5 ബില്യൺ ലോസ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കമ്പനിയാണ് നമ്മുടെ ഓപ്പൺ AI. ആമസോൺ ബേൺ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് 10+ years. ജിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഒരുപാട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്താണ് 6 month ഫ്രീ പ്ലാനും ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ബിൽഡ് ചെയ്തിട്ടാണ് അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. വലിയ കമ്പനീസ് ഒക്കെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ R&Dക്ക് ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യും. സോ ലോസസ് ഇൻ ഡീപ് ടെക് ആർ ഇൻ ഫെയിലിയർ, ദേ ആർ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ഒരു സർക്കുലർ ഫണ്ടിംഗ് മെക്കാനിസം ആണ് നടക്കുന്നത്. ഇങ്ങനെ കാണിച്ചിട്ട് ഈ പറയുന്ന കമ്പനിക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓവർ വാല്യുവേഷൻ കാണിച്ച് എൻവിഡിയ, ഓപ്പൺ AI, ഒറാക്കിൾ, എൻവിഡിയ, ലൂപ്പ് ഒരു സ്കാം അല്ല, അത് ആക്ച്വലി ഒരു എക്കോസിസ്റ്റം ആണ്. മേജർ ടെക് റെവല്യൂഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്കോസിസ്റ്റം കാണാൻ പറ്റും. എക്സാമ്പിൾ ടെസ്ല, പാനസോണിക്, ജിഗാ ഫാക്ടറീസ്, ടെസ്ല. ദിസ് ഈസ് ഹൗ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ്. ഈ .com ബബിൾ എന്ന് പറയുന്നത് ഇതേ സെയിം സംഭവമാണ് ഇപ്പൊ AI ഇൻഡസ്ട്രിയിൽ. .com ബബിളിനെ AI ബബിളായിട്ട് നിയർലി പോലും കമ്പയർ ചെയ്യാൻ പറ്റും. .com ബബിൾ എന്ന് പറയുന്നത് ഹൈപ്പ് വിത്ത് നോ യൂസേജ് ആയിരുന്നു. പക്ഷേ AI അങ്ങനെയല്ല. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ തന്നെ നിങ്ങൾ AI കൊണ്ടുവന്ന ചേഞ്ചസ് നോക്കിയാൽ കാണാൻ പറ്റും. മാസീവ് എന്റർപ്രൈസ് അഡോപ്ഷൻ, റിയൽ കോസ്റ്റ് സേവിംഗ്, ഡെയിലി കൺസ്യൂമർ യൂസ്, ChatGPT ഒക്കെ നമ്മൾ അറിയാം ഡെയിലി യൂസ് ചെയ്യുന്നത്, ക്ലിയർ മോണറ്റൈസേഷൻ. സോ ഇതൊരു ബബിൾ അല്ല, ആക്ച്വലി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് ബിൽഡ് ചെയ്യുന്നത്. പുതിയൊരു ടെക്നോളജി വരുന്ന പറഞ്ഞ് ചാടി കയറി ചെയ്യാതിരിക്കാം. നമ്മൾ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഇന്റർനെറ്റ് ഉണ്ടാവുമായിരുന്നില്ല, സ്മാർട്ട് ഫോൺ ഉണ്ടാവുമായിരുന്നില്ല, UPI ഉണ്ടാവുമായിരുന്നു. സോ ഇലക്ട്രിക് വെഹിക്കിൾസ്, നത്തിങ്. സോ അതൊരു നല്ല അഡ്വൈസ് അല്ല. ഇത് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തായാലും താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണം.